നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചാട്ടെ. നമ്മുടെ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് മഹത്വം കൊടുക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ ദൈവത്തിന് ഈ പകൽക്കാലം നമുക്ക് പുകഴ്ച അർപ്പിക്കാം, ആരാധന അർപ്പിക്കാം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു പകൽ കൂടെ ഈ വിശുദ്ധ സഭായോഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ കൂടി വന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ, ഞങ്ങളുടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനെ ഒരവസരം നൽകിയതോർത്തും ഞങ്ങൾ ദൈവത്തോട് നന്ദി കരേറ്റുന്നു, നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ആമേൻ. കഴിഞ്ഞൊരാഴ്ച മുഴുവൻ ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ച ദൈവത്തിന് നന്ദി, നന്ദി, നന്ദി. ആപത്തുകൾ പതിയിരുന്ന വേളകളിൽ, അനർത്ഥങ്ങൾ പതിയിരുന്ന വേളകളിൽ അവയിൽ അകപ്പെടാതെ വണ്ണം ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. നന്ദി കർത്താവേ. ഈ പകൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നീ ഞങ്ങൾക്ക് നന്മ ചെയ്തിരിക്കുകയാൽ, ഞങ്ങളെ സൗഖ്യത്തോടെ കാത്തതിനാൽ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഈ പകലിലും അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ തരേണ്ടുന്ന മഹത്വം കരേറ്റി അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലത്ത് ഞങ്ങളുടെ ആരാധനയിൽ മഹത്വം എടുക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ പാടി ആരാധിപ്പാൻ ഈ പകലിലും ഞങ്ങളെ ഒരുക്കണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിലും ആഴമായി ഞങ്ങളോട് ഇടപെടേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാ. ഈ പകലിലും ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി ഞങ്ങളുടെ മധ്യേ ഘോഷിക്കപ്പെടുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്യേണ്ടതിന് ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാൽ സ്തോത്രം. മാനവും മഹത്വം അങ്ങ് തന്നെ എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരണം സ്വർഗീയ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ഇന്ന് രാവിലെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ട്, യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമാണ്, എൻ്റെ യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമാണ്. നിങ്ങൾക്ക് കരങ്ങളെ അടിച്ചു പാടാൻ സാവകാശമുണ്ട്. അങ്ങനെ നമുക്കൊരുമിച്ച് എല്ലാവരും ചേർന്ന് പാടി ഈ പകലിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നമ്മുടെ ദൈവത്തിന് ഈ പകൽക്കാലം മഹത്വം കൊടുക്കാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാടാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തൻ്റെ കൂടെ വാടാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ.
ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അന്നു തീരുമെൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തീരുമെൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവേനെ വല്ലഭനെ പൊന്നു കാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവേനെ വല്ലഭനെ പൊന്നു കാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോട് വീണകളെന്തി, തുല്യമില്ല മോദത്തോട് വീണകളെന്തി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. നല്ലവേനെ വല്ലഭനെ പൊന്നു കാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. നല്ലവേനെ വല്ലഭനെ പൊന്നു കാന്തനെ, അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോട് വീണകളെന്തി, തുല്യമില്ല മോദത്തോട് വീണകളെന്തി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പോക്കിയല്ല പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കും നേതൻ കൂടെ വാഴ എന്തു സാധ്യമോ, പാർക്കും നേതൻ കൂടെ വാഴ എന്തു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി എത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ഹല്ലേലൂയ, യേശുവിനായി ജീവിക്കുന്നത് ആമേൻ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ.
യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമാണ്, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമാണ്. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുക. ആ നാളുകൾ നോക്കി പാർക്കുന്നേ, എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നേ. കൈകളാൽ തീർക്കാത്ത ആ പാർപ്പിടത്തിൽ എൻ്റെ കർത്താവിനോടൊത്തു നിത്യകാലം വാഴുവാൻ നമ്മുടെ ഉള്ളങ്ങൾ കൊതിക്കപ്പെടട്ടെ, ഒരുക്കപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം. ഈ പകലിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയട്ടെ. കഴിഞ്ഞൊരാഴ്ചയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എത്ര വലിയതാണ്. അർഹിക്കാത്ത നന്മകൾ പോലും തക്ക സമയത്ത് നമുക്ക് നൽകി തന്ന, ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും മാറാതെ തക്ക സമയത്ത്, അതെ തക്ക സമയത്ത് നാം പ്രാപിക്കേണ്ട നന്മകളെ നമുക്ക് നൽകി നമ്മെ നടത്തിയ ദൈവം എത്ര വലിയവനാണ്. ആ ദൈവത്തിന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒന്ന് മഹത്വം കൊടുക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യനല്ലേ. നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി. ഒരിക്കൽ കൂടെ വരികൾ പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ, ഹല്ലേലൂയ, യെസ്, എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി, എല്ലാവരും ചേർന്ന് പാടിക്കേ. എനിക്കായി ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് നമ്മുടെ ഉള്ളം നിറയട്ടെ. ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു
വരങ്ങൾ ചൊരിയുക വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തോരോ നന്മ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ആമേൻ. എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്ത നന്മകൾ ഹല്ലേലൂയ ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാ ഒരിക്കൽ കൂടെ അർഹിക്കാത്ത നന്മകൾ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി വീണ്ടും ഒരിക്കൽ കൂടി അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകി സ്തുതി യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകി സ്തുതി കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നന്ദിയോട് ഞാൻ സ്തുതി പാടി എൻ്റെ അപ്പച്ച കർത്താവേ നന്ദിയോട് നീ ചെയ്തൊരു നന്മകൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കർത്താവേ നന്ദിയോട് ഞാൻ സ്തുതി നന്ദിയോട് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷ എനിക്കായി നീ ചെയ്തോരോ നന്മ കഴിഞ്ഞൊരാഴ്ച മുഴുവൻ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും നമ്മെ പരിപാലിച്ച ദൈവത്തെ നമുക്കൊരുമിച്ച് മഹത്വപ്പെടുത്താം നീയോട് ഞാൻ സ്തുതി എൻ്റെ യേശുനാഥ എനിക്കായി നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കായി നീ ചെയ്തോരോ പറഞ്ഞ് എനിക്കായി എൻ്റെ കുടുംബത്തിനായി ചെയ്തത് ചൊല്ലുന്നു ഞാൻ one last time എനിക്കായി നീ ചെയ്തോരോ നന്മ ഇന്നലകളെ കണ്ട് എത്ര പേർക്ക് ഇന്ന് പ്രഭാതം കാണാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു പോയി. എന്നാൽ നമുക്കിന്ന് ദൈവസന്നിധി നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ ഒരു ഉറപ്പുണ്ട്. എന്തെന്നറിയുമോ? നമ്മുടെ നാളെയെ അറിയുന്നൊരു കർത്താവ്, നമ്മുടെ നാളെയെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളതിനാൽ
നാളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. Because he lives, I can face tomorrow. എൻ്റെ കർത്താവ് ജീവിക്കുന്നതിനാൽ നമുക്ക് നാളെ അഭിമുഖീകരിക്കാൻ കഴിയും. പ്രതിസന്ധികളില്ല എന്നല്ല, പ്രതികൂല ഘട്ടങ്ങൾ വരത്തില്ല എന്നല്ല. നമ്മുടെ കരുത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു നല്ല അപ്പച്ചൻ, because he lives, അവൻ ജീവിക്കുന്നതിനാൽ ഞങ്ങളും ജീവിക്കുന്നു, നാമും ജീവിക്കുന്നു. അതല്ലേ നമ്മുടെ സാക്ഷ്യം. നമുക്കൊരിക്കൽ കൂടെ മനോഹരമായ പാട്ടിന്റെ വരികൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്കൊരുമിച്ച് മഹത്വപ്പെടുത്താം. God sent his son, they call him Jesus. He came to die, heal and forgive. He lived and died to buy my part. An empty grave is there to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. Amen. Hallelujah. Because he lives, once again God sent his son. Sent his son, they call him Jesus. Amen. He came to die, heal and forgive. He lived and died to buy my pardon. Amen. An empty grave is there to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, our fear is gone. എല്ലാ ഭയങ്ങളും ഈ പകൽ മാറിപ്പോകട്ടെ. Because I know, ഞങ്ങളുടെ നാളെയെ പിടിച്ചിരിക്കുന്ന ദൈവം. ആമേൻ. Believing just because he lives. Because he lives, I can face tomorrow. Because he lives, fear is gone. Because I know, yes I know, he wants my future. And life is worth living just Hallelujah. Yes, Jesus. cross the river and fight life's fight. No more with and then as death gives me to victory, I'll see the lights of glory and I'll know He Everybody together. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just. Amen. വീണ്ടും ഒരിക്കൽ കൂടെ. Because he lives. Because he lives, I can face tomorrow. Because Jesus lives, all fear is gone. because I know Yes, I know he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ നാളെ അഭിമുഖീകരിപ്പാൻ എനിക്ക് ഭയമില്ല. ഈ രാവിലെ നമ്മുടെ
ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറയട്ടെ. ആ വരികൾ നമുക്ക് ഒരിക്കൽ കൊടുത്ത് പാടാം. Because he lives, I can face tomorrow. Hallelujah. നമ്മുടെ ഭയങ്ങളെ നീക്കിക്കളയുന്ന, ഭയപ്പെടേണ്ട എന്ന് നമ്മോട് അരുളി ചെയ്തിട്ടുള്ള ഇത്ര നല്ലൊരു കർത്താവ് വേറെ ആരുള്ളൂ? ഈ ദൈവത്തെ സ്നേഹിപ്പാൻ, ഈ ദൈവത്തെ ആരാധിപ്പാൻ, ഈ ദൈവത്തെ പിൻപറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം അത് എത്ര വലിയതാണ്. നമുക്ക് ആ വരികൾ പാടി ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഒരിക്കൽ കൂടി താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ കയ്യിലെന്നോർത്ത് എത്ര ധന്യമേ ഈ ലോക ജീവിതം. വീണ്ടും ഒരിക്കൽ കൂടി ആകുലമി നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത് എത്ര ധന്യമേ ജീവിതം. Because he lives, I can face tomorrow. Because all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth living just because he And life is worth living just because he lives. lives. നല്ല ദൈവമേ, ഒരിക്കൽ കൂടെ അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരേറ്റുന്നു. ഈ രാവിലെ ഞങ്ങൾക്ക് നൽകി തരുന്ന ഈ ധന്യമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. അങ്ങേ പാടി സ്തുതിപ്പാൻ, അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ ഈ പകലിലും ഞങ്ങളെ ഒരുക്കിയതിനാൽ നന്ദി. തുടർന്ന് അടിയങ്ങളോട് അങ്ങ് സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Lord, ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു പകൽ കൂടി
നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുകയാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്നിരുന്ന് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കി തരുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തോട് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു കാര്യം എനിക്ക് കർത്താവിൽ ഉറപ്പുണ്ട്, നിങ്ങളോട് സംസാരിപ്പാൻ അല്ല, എന്നോട് തന്നെ സംസാരിപ്പാൻ ദൈവത്തിന് ഈ പകൽക്കാലം ആഗ്രഹമുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ, അവയെ ഏറ്റെടുക്കുവാൻ ഒരുക്കമുള്ള ഹൃദയങ്ങളോടെ നമുക്ക് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കാം. ആമേൻ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പകലിലും അങ്ങയുടെ സന്നിധിയിൽ ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങൾ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ അങ്ങ് ആയിരിക്കുന്നു കർത്താവേ. അങ്ങയ്ക്ക് തരേണ്ടുന്ന മഹത്വം തന്നുകൊണ്ട് ഈ പകലിലും അങ്ങേ ആരാധിപ്പാൻ എൻ്റെ ദൈവം ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വിവിധ ഭവനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പകൽക്കാലം ഈ വിശുദ്ധ സഭായോഗത്തിൽ ഞങ്ങളുമായി ചേരുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ എൻ്റെ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ വചനം ഈ പകൽക്കാലം ഞങ്ങളോട് അങ്ങ് അരുളി ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അടിയങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് പുറത്തു നിന്നുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പങ്കുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരങ്ങളെ നൽകി തന്നു. സ്തോത്രം. അത് ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഞാൻ കർത്താവിൽ മനസ്സിലാക്കുകയാണ്. ഈ പകൽക്കാലവും എന്നെ ശ്രവിക്കുന്ന ഏവരോടും അരുളി ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആകയാൽ നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ടെങ്കിൽ വേദപുസ്തകം ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഞാനത് നിങ്ങൾക്കായി വായിക്കട്ടെ. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കട്ടെ. ആവർത്തനം 1-ന്റെ-36-ാമത്തെ വാക്യം. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവന് അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. എത്ര ശക്തമേറിയ ഒരു വാക്യമാണ്. ഒരുപക്ഷെ മോശയുടെ ഒരു വിടവാങ്ങൽ പ്രസംഗം ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ മോശ തൻ്റെ അവസാന ദിനങ്ങളിൽ തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന ഈ മഹത് വചനങ്ങൾ അവരെല്ലാവരും കേൾക്കെ അവരെ എങ്ങനെയാണ്
മരുഭൂയാത്രയിൽ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ ഈ സ്ഥലമെത്തും വരെയും എൻ്റെ ദൈവം അവരെ എങ്ങനെ നടത്തിയെന്ന് എണ്ണി എണ്ണി ആ തലമുറയോട് എൻ്റെ ദൈവം വിവരിക്കുമ്പോൾ ഇന്ന് നാം ഉൾക്കൊള്ളേണ്ട അതിശക്തമേറിയ ചില വചനങ്ങളെ, അതിശക്തമേറിയ ചില ആലോചനകളെ ദൈവം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്ക് ധാരാളം കാര്യങ്ങൾ പഴയ നിയമസഭയായ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. അവ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും വിസ്മരിക്കുവാൻ പാടില്ലാത്തതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവ ദൃഷ്ടാന്തമായി സംഭവിച്ചു. യുഗാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവസഭയോട് ഞാൻ പറയട്ടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, ആദിമസഭയായ പൂർവ്വപിതാക്കന്മാരായിരുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ വിജയവും പരാജയത്തിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിപ്പാൻ, അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, ആ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ നാം ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഈ പകൽക്കാലം ശ്രവിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ ഇതാ തൻ്റെ ജനത്തോട്, അല്ലെങ്കിൽ ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ജനത്തോട് മോശ സംസാരിക്കുകയാണ്. ജനമെല്ലാം വളരെ ശ്രദ്ധയോടെ ആ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. അവരങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഒരു വലിയ ജനക്കൂട്ടം ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. എന്നാൽ അവർക്കാർക്കും ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തത്തിൻ്റെ പരാജയമല്ല, ദൈവം അത് നൽകുവാൻ പ്രാപ്തി ഇല്ലാത്തവനായതുകൊണ്ടല്ല, പിന്നെയോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഇസ്രായേൽ മക്കൾക്ക് പരാജയം സംഭവിച്ചു. അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നത് കൊണ്ട്, ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവർ യാത്ര ചെയ്തു വന്ന മരുഭൂമിയിൽ അവർ പട്ടുപോയി. എന്നാൽ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയാണ്, എൻ്റെ ദാസനായ കാലേബോ, എൻ്റെ ദാസനായ കാലേബോ. 1-ാം അധ്യായം അതിന് 36-ാമത്തെ വാക്യം. അവൻ മാത്രം അത് കാണുകയും അവന് യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യും എന്ന് സത്യം ചെയ്തു. ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണമേ. ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ കണ്ടു, ധാരാളം അത്ഭുതങ്ങൾ അവർ അനുഭവിച്ചുവെങ്കിലും ആ അത്ഭുതങ്ങളൊന്നും, അതിശയങ്ങളൊന്നും തന്നെ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചതായി കാണുന്നില്ല. 2, അവർ ദൈവത്തിൽ നിന്ന് നന്മകളെ, അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. എന്നാൽ അനുഗ്രഹങ്ങളിൽ അവർ സന്തോഷിക്കുകയും അനുഗ്രഹദാതാവായ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം അവരുടെ ജീവിതത്തിലൂടെ, അനുസരണത്തിലൂടെ കൊടുക്കുവാൻ അവർ പരാജയപ്പെട്ടു. 3, അവരുടെ ഹൃദയം കഠിനമായി പോയി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഈ വിവരമത്രേ അവിടെ എണ്ണി ഇതാ എബ്രായ ലേഖനകാരൻ യഹൂദ ക്രിസ്ത്യാനികളോട് പറയുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തോട് മരുഭൂമിയിൽ മത്സരിച്ചു, അവർ അനുസരണക്കേട് കാണിച്ചു. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ എൻ്റെ വഴികളെ അറിയാത്തവർ. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന്. അവസാനം ആ എബ്രായ ലേഖനത്തിൽ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ അവിശ്വാസം നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവർ കൊടുത്ത വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പാനായി കഴിഞ്ഞില്ല.
ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത വേഷം അതിമനോഹരമായ വേഷമായിരുന്നു. ദൈവം അവരോട് മുൻകൂട്ടി പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന വേഷമായിരുന്നു. അവിടുത്തെ വിളവുകൾ അതിമനോഹരമായിരുന്നു. അതവർ കണ്ടതാണ്, ആ വാർത്ത കേട്ടതാണ്. എന്നാൽ കാലേബ്, യോശുവ, അവരുടെ തലമുറ ഒഴികെ ആരും ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. നാം പ്രാപിച്ച അത്ഭുതങ്ങളോ, നാം പ്രാപിച്ച നന്മകളോ, നാം പ്രാപിച്ച വിടുതലുകളോ അല്ല നിത്യരാജ്യത്തിന് നമ്മെ അവകാശികളാക്കുന്നത്. ഒരിക്കൽ കൂടെ പറയട്ടെ, നാം പ്രാപിച്ച അത്ഭുതങ്ങളോ, നാം കണ്ട അത്ഭുതങ്ങളോ, നാം പ്രാപിച്ച നന്മകളോ, നാം പ്രാപിച്ച വിടുതലുകളോ അല്ലവേ അല്ല നമ്മെ നിത്യരാജ്യത്തിന് അവകാശികളാക്കുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. അതിലേക്ക് അത്രേ ഞാൻ വരുന്നത്. നാം ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായിരിക്കണം. കാലേബിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എന്നോട് പറ്റി നിന്നതുകൊണ്ട് അവന്റെ കാൽ ചവിട്ടിയ ദേശത്തേക്ക് അവനും അവന്റെ തലമുറയും പോകുമെന്ന് ദൈവം കാലേബിനെ കുറിച്ച് സത്യം ചെയ്തു പറഞ്ഞു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ രക്ഷയിലെ കടന്നു വരുവാൻ അത്ഭുതം ഒരു മുഖാന്തരമായിരുന്നേക്കാം, രോഗസൗഖ്യം ഒരു മുഖാന്തരമായിരുന്നേക്കാം. ദൈവം നിന്നോട് ഇന്നലകളിൽ സംസാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവ ഒന്നുമേ അല്ല നിന്നെ നിത്യരാജ്യത്തിന് അവകാശിയാക്കുന്നത്. ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ അയക്കുന്ന ഒരു വിഷയത്തിന് മുൻപിൽ നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് എൻ്റെ ദൈവം നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് നോക്കുന്നു. നമ്മുടെ പാരമ്പര്യം നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കത്തില്ല. ഇന്നലകളെ കണ്ട അത്ഭുതങ്ങൾ നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കത്തില്ല. ഇന്നലെ ദൈവം നമുക്ക് നന്ന ചില നന്മകൾ, അത് നിമിത്തം നാം നിത്യതയിൽ എത്തത്തില്ല. ഇസ്രായേൽ മക്കൾ അത്ഭുതങ്ങൾ കണ്ടില്ലേ? ചെങ്കടൽ അവർക്ക് വേണ്ടി പിളരപ്പെട്ടില്ലേ? പാറയിൽ നിന്ന് അവർക്ക് വെള്ളം ലഭിച്ചില്ലേ? എല്ലാ ദിവസവും രാവിലെ അവർക്ക് മഞ്ഞ ലഭിച്ചില്ലേ? എത്രയോ വലിയ അത്ഭുതങ്ങൾ. എന്നാൽ അവയൊന്നും തന്നെ അവരെ നിത്യതയിലെത്തിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അതെ, അവർ അത്ഭുതങ്ങൾ പ്രാപിച്ചു, എന്നാൽ അവർ നിത്യതയിലെത്തിയില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യണം. ഒരുപക്ഷെ ക്രിസ്തീയ പേര് നമുക്കുണ്ടായിരുന്നേക്കാം, പള്ളിയിൽ പോകുന്നവരായിരുന്നേക്കാം. എന്നാൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ, എത്ര ആഴമുള്ളത്? നമ്മുടെ ഇന്നത്തെ എൻ്റെ ചിന്തയുടെ വിഷയത്തിൽ പറഞ്ഞാൽ, നാം ദൈവത്തോട് എത്രമാത്രം പറ്റിച്ചേർന്ന് നിൽക്കുന്നുവെന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണമെന്ന് ദൈവസ്നേഹത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ശ്രോതാവിനോടും ഈ പകൽക്കാലം എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മെ താഴ്മയും എളിമയുമുള്ളവരാക്കുന്നില്ല എങ്കിൽ അവ തന്നെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയും നമ്മുടെ വിശ്വാസത്തെ നിർജീവപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, എല്ലാവരും കുറിക്കൊള്ളണമേ. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മെ താഴ്മയും എളിമയും ഉള്ളവരാക്കുന്നില്ല എങ്കിൽ അതേ അത്ഭുതങ്ങൾ തന്നെ, അതേ അനുഗ്രഹങ്ങൾ തന്നെ ഒരുപക്ഷെ നാളെ നമ്മുടെ ഹൃദയങ്ങളെ അവ കഠിനമുള്ളതാക്കുകയും വിശ്വാസത്തിൽ നിന്ന് നമ്മെ നിർജീവമായ അവസ്ഥയിലേക്ക് മാറ്റിക്കളയുകയും ചെയ്യും. ആകയാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ദൈവസഭയോട് ആവശ്യപ്പെടുകയാണ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യമാണ് നാം കുറിവാക്യമായി വായിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക. ആൻഡ് എക്സെപ്ഷണൽ ഡിസിഷൻ ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് ഒരു തീരുമാനം അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതെ, ഒരു വലിയ കൂട്ടം ജനമാണ് മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നത്. എന്നാൽ ഇവിടെ ഈ ഡിസിഷൻ ശ്രദ്ധിക്കുക. എൻ്റെ ദാസനായ കാലേബോ, അവനും അവൻ്റെ തലമുറയും മാത്രമേ ആ ദേശം അവകാശമാക്കുകയുള്ളൂ. ആമേൻ. എന്താ അതിന് കാരണം? കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ ദാസനായ കാലേബോ,
അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, കാലേബ് ദൈവത്തെ പൂർണ്ണമായി പറ്റി നിന്നു. ഇവിടെ ദൈവത്തിന്റെ ഒരു തീരുമാനം ദൈവം പ്രഖ്യാപിക്കുകയാണ്. എന്ത്? കാലേബും അവന്റെ തലമുറയും മാത്രമേ ആ ദേശം അവകാശമാക്കുകയുള്ളൂ എന്ന്. അതൊരു കാര്യം കൂടെ നമ്മെ വളരെയധികം വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ്. എന്തെന്നറിയാമോ? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ, യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന്. നാം ദൈവത്തോട് പറ്റി നിൽക്കണം, എന്നാൽ നമുക്കത് നൽകുക എന്നുള്ളത് എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന അതിശക്തമേറിയ ഒരു പ്രവൃത്തി അത്രേ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞത്, അപ്പോസ്തല പ്രവർത്തികൾ 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ മറ്റൊരു വഴിയിൽ കൂടെ മറ്റൊരു മാർഗത്തിലൂടെയും ആർക്കും നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ ദാസനായ കാലേബ് മാത്രം അവൻ്റെ തലമുറയും അവിടെ എത്തത്തുള്ളൂ. കാര്യം, അവൻ എന്നോട് പൂർണ്ണമായി പറ്റി നിന്നു. സ്തോത്രം. ഇംഗ്ലീഷില് അവൻ എന്നോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന വാക്കിന് he followed me wholeheartedly. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് he loved me wholeheartedly. എന്നെ അവൻ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റി, അവൻ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് അവൻ വ്യത്യസ്തനായിരുന്നത് കൊണ്ട്, മറ്റുള്ളവരോട് ചേരാതെ അവൻ എന്നോട് പറ്റി നിന്നതുകൊണ്ട്, അവൻ പോയ ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടെത്തിക്കും. എന്താണ് ദൈവത്തോട് പറ്റി നിൽക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? യോബ് തൻ്റെ അവസ്ഥകളെ വിവരിക്കുമ്പോൾ യോബിന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 17 വാക്യത്തിലും 41 അധ്യായത്തിൽ തന്നെ അതിൻ്റെ 23 വാക്യത്തിലും ഇങ്ങനെ ചില പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനോട് ഒന്ന് ചേർന്നിരിക്കുന്നത് പോലെ തമ്മിൽ വേർപെടുത്തി കൂടാതെ വണ്ണം പറ്റിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. They cannot be removed or moved. അത്രമാത്രം യോജിച്ചിരിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തെ അത്രേ പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. ഇത് ഒരു വലിയ ബന്ധം തന്നെയാ. വളരെ വേഗത്തിൽ റിമൂവ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ മാറ്റുവാൻ കഴിയാത്ത നിലയിൽ യോജിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തെ അത്രേ പറ്റിച്ചേർന്നിരിക്കുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ലോകത്തിലെ ബന്ധങ്ങളിൽ വലിയ ബന്ധമല്ലേ ഭാര്യ ഭർത്തൃ ബന്ധം? ഇതര കുടുംബങ്ങൾ, ഇതര സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ വിവാഹത്തോടുകൂടി ആ മർമ്മത്തോടുകൂടി അവർ ഒന്നായിത്തീരും. അവർ മേലാൽ രണ്ടല്ല ഒന്നത്രേ എന്ന് വിവാഹത്തിൽ അവർ ഉറപ്പിക്കപ്പെട്ടതിന് ശേഷം അവരെ തമ്മിൽ എളുപ്പത്തിൽ വേർപിരിക്കുന്നത് അസാധ്യമാണ്. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എളുപ്പത്തിൽ വേർപെടുത്താൻ കഴിയാത്ത നിലയിൽ യോജിച്ചു നിൽക്കുന്ന, പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം അത്രേ. ഈ ബന്ധത്തിന് ഒരു തലമുണ്ട്. ആ തലത്തിനെയാണ് പറ്റിച്ചേർന്നിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തമ്മിൽ വേർപെടുത്തുവാൻ കഴിയാത്ത നിലയിൽ ചേർന്നിരിക്കുന്ന ഒരവസ്ഥാ വിശേഷം, അല്ലെങ്കിൽ ഒരു അനുഭവം, അതിനെയാണ് പറ്റിച്ചേർന്നിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം അതിൻ്റെ 30 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇവിടെ ബെന്യാമീൻ തങ്ങളുടെ കൂടെ അവരുടെ പിതാവായ യാക്കോബിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലാതിരുന്നാൽ യാക്കോബിന് ഉണ്ടാകാവുന്ന തീവ്ര ദുഃഖം,
ദുഃഖം ഒഴിവാക്കുവാൻ ജ്യേഷ്ഠന്മാർ ശ്രമിക്കുമ്പോൾ യോസഫിനോട് അവൻ്റെ സഹോദരന്മാർ പറയുന്ന ഒരു പദമുണ്ട്. എന്തെന്നറിയാമോ? അവൻ്റെ അപ്പന യാക്കോബിൻ്റെ ഹൃദയം ബെന്യാമീൻ്റെ ഹൃദയത്തോട് ഒട്ടിയിരിക്കുന്നു. അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുന്നു, അത്രമാത്രം ചേർന്നിരിക്കുന്നു. എളുപ്പത്തിൽ വേർപിരിക്കാൻ കഴിയാത്ത നിലയിൽ, മൂവ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൃഢമായ ആഴമേറിയ ബന്ധം അവർ തമ്മിലുണ്ട്, അവരുടെ പ്രാണൻ തമ്മിലുണ്ട്. ഒരുപക്ഷെ ഈ മകൻ നഷ്ടപ്പെട്ടു എന്ന് കേട്ടാൽ അടുത്ത നിമിഷം അപ്പൻ എന്തെങ്കിലും സംഭവിച്ചേക്കാം, അതിനുപോലും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ ബന്ധത്തിനെ എത്ര പറ്റിച്ചേർന്നിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത്. ഈ പകൽക്കാലം ഞാൻ ഈ വചനങ്ങൾ പറയുമ്പോൾ നമ്മുടെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്ത്? ഞായറാഴ്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധമാണോ? അല്ല, ചില മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണോ? എന്നാൽ ദൈവം ഈ പകൽക്കാലം ഓരോ തൻ്റെ പൈതലിൽ നിന്നും കാലേബിനെ പോലെ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നാം ദൈവത്തോട് പറ്റിയിരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, എളുപ്പത്തിൽ നീക്കുവാൻ കഴിയാത്ത നിലയിൽ അങ്ങനെ ഒട്ടിയിരിക്കുന്ന, പ്രാണനും തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരവസ്ഥ, ഒരനുഭവം, അതിനെ അത്രേ പറ്റിച്ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ ഈ പകൽക്കാലം നാം ആയിത്തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ബെന്യാമീനെ അവരുടെ കൂടെ കൊണ്ടുപോയില്ല എങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ജ്യേഷ്ഠന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടത്രേ ആ ഒരു വാക്ക് അവിടെ യോസഫിനോട് അവർ പറയുന്നത്. ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്ന വചനം അതാണ്. നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ നമുക്ക് ലഭ്യമാകുന്ന 4 അനുഗ്രഹങ്ങൾ. വളരെ വേഗത്തിൽ അത് പറയുവാനാണ് ഈ പകൽക്കാലം എനിക്ക് താല്പര്യമുള്ളത്. ദൈവത്തോട് നാം ചേർന്നിരിക്കുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന 4 അനുഗ്രഹങ്ങൾ, ദൈവം നൽകുന്ന 4 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം ഞാൻ തന്നെ ആ വാക്യം വായിക്കട്ടെ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണുക, അവൻ മിസ്രൈമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം! എത്ര മനോഹരമായ ഒരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു എങ്കിൽ ഒന്നാമതായി ഞാനും നീയും പ്രാപിക്കുന്ന ദൈവിക അനുഗ്രഹം എന്തെന്നറിയാമോ? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആകയാൽ ഈ പകൽക്കാലത്തെ എൻ്റെ മെസ്സേജിന് ഞാൻ ഇങ്ങനെ ടൈറ്റിൽ ചെയ്യട്ടെ: ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ. അതിലെ 1-ാമത്തേതാണ് 30-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം! ഹല്ലേലൂയ! പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ചെങ്കടലിൻ്റെ മുൻപിൽ എത്തി നിൽക്കുന്ന ജനം എങ്ങോട്ട് പോകുമെന്നറിയാതെ അവർ പരിഭ്രാന്തരായി അവർ നിലവിളിക്കുകയാണ്. ദൈവത്തോട് ചോദിക്കുന്നു, എന്ത് ചെയ്യണം കർത്താവേ? മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ജനത്തോട് മുൻപോട്ട് പോകാൻ പറ. അല്ലേ? അവിടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്. അതാ ഇവിടെ നാം വായിച്ചു കേട്ടത്. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണുക, അവൻ മിസ്രൈമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം ഒരു ഉറപ്പ് ആ പ്രത്യേക സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ്. എന്ത്? എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഉറപ്പ് തരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
സ്തോത്രം. വാസ്തവത്തിൽ ആ ഒരു പ്രതിസന്ധി എത്തി നിൽക്കുമ്പോൾ ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച വിധം അവർ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശ്വാസത്തോടെ മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അവർ അവിടെ നിന്ന് മോശയോടും അങ്ങനെ മോശ ദൈവത്തോടും നിലവിളിക്കാൻ തയ്യാറായപ്പോൾ ദൈവരോട് പറയുകയാണ്, ഞാനൊരു കാര്യം ഉറപ്പു തരികയാ, ഇന്നലകളിൽ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം തന്നതുപോലെ നിങ്ങളുടെ നിലവിളി കേട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞാൻ നിങ്ങൾക്കൊരു വിടുതൽ അയച്ചു തന്നെങ്കിൽ മരുഭൂമിയിൽ നിങ്ങളെ ഇല്ലാതാക്കുവാനല്ല, പ്രത്യുത ഒരു വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് എനിക്ക് പദ്ധതി. അതിന് മുൻപിൽ ഒന്നും ഒരു ജാതിയും ഒരു കടലും നിങ്ങൾക്ക് തടസ്സമാകത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ദൈവം അവിടെ ഉറപ്പ് നൽകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനത്തിലും അനുസരണത്തിലും വിശ്വാസത്തിലും നടക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. എന്നെ ഈ പകൽക്കാലം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ ഒരു വശം ന്യൂനപക്ഷമാകാം, നിന്റെ വീട്ടിൽ ഒറ്റക്കാര്യമേക്കാം, എന്നാൽ നിനക്കൊരു കാര്യം ഈ പകൽക്കാലം ദൈവാത്മാവ് ഉറപ്പ് നൽകി തരുന്നു. നീ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ, നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, സ്തോത്രം, നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ ഹൃദയം തുടിക്കുമെങ്കിൽ നിന്റെ കരമുയർത്തി എൻ്റെ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുക. സ്തോത്രം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദിവസം തന്നെ 15 മോശ ഒരു സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ 15-ാം അധ്യായം പുറപ്പാട് 15-13 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, യഹോവ യുദ്ധവീരൻ. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ മോശയുടെ ഹൃദയത്തിന് ഒരു വാക്ക് ദൈവം കൊടുത്തപ്പോൾ ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് മോശ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. എന്തെന്നറിയാമോ? യഹോവ യുദ്ധവീരൻ, യഹോവ യുദ്ധവീരൻ. ഈ പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്നലകളിൽ നമ്മെ നടത്തിയ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തി ഓർത്തുകൊണ്ട് എത്ര പേർക്ക് ഈ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതെ, നമ്മുടെ ദൈവം യുദ്ധവീരൻ തന്നെ. ഹല്ലേലൂയ. യഹോവ യുദ്ധവീരൻ. നെഹെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതാ മതിൽ പണിക്കെതിരെ യെരുശലേമിന് ചുറ്റുമുള്ള മതിൽ ഇടിഞ്ഞു കിടക്കുമ്പോൾ അത് പണിയുവാൻ നെഹെമ്യാവ് തയ്യാറെടുത്ത് അതിനുവേണ്ടി എല്ലാ ആലോചന കഴിക്കയിൽ എതിരെ ആളുകൾ കൂട്ടം കൂടി സഖ്യം ചേർന്നുകൊണ്ട് എതിരെ നിൽക്കുമ്പോൾ ഇതാ ഗൂഢാലോചനക്കെതിരെ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഇവിടെ നെഹെമ്യാവ് ദൈവത്തിൽ വിളിച്ചു പറയുക. ഒരു കാര്യം ശ്രദ്ധിക്ക്, ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന മോശയ്ക്കൊരനുഭവം പറയാനുണ്ട്. യഹോവ യുദ്ധവീരനെന്ന്. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന നെഹെമ്യാവിന് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗൂഢാലോചനകളുടെ മധ്യേ ഞങ്ങളെ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നീ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പിന്നെയോ തക്ക സമയത്ത് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ ദൈവമത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം യുദ്ധവീരൻ തന്നെ. നെഹെമ്യാ പറയാണ്, ആളുകൾ നമുക്കെതിരെ ഗൂഢാലോചനകൾ നടത്തിക്കോട്ടെ, എന്നാൽ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ പകൽക്കാലം പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നിനക്കെതിരെ ആളുകൾ കൂട്ടം കൂടി ഗൂഢാലോചന കഴിക്കുന്നുവെന്ന് നിനക്കറിയാം. എന്നാൽ ഈ പകൽക്കാലം നീ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നിനക്ക് ഉറപ്പ് തരുന്നു, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ
നമ്മുടെ പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പോരാട്ടമുള്ളത് ദുഷ്ടശക്തികളോട്. എന്നാൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, പിന്നെയോ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എത്ര പേർക്ക് ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയും? ആമേൻ. നമുക്ക് പോരാട്ടമുണ്ട്. അനുദിനം ഒരു ദൈവ പൈതലിനെ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, വിവിധ വിഷയങ്ങളെ തരണം ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ അവയെ ജയിപ്പാൻ നമ്മോട് കൂടെ യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ ദൈവം കൂടെ ഉണ്ട് എന്ന് ഈ പകൽക്കാലം നീ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ട് ഈ ദൈവത്തെ നീ ഒന്ന് സ്തുതിപ്പാൻ തയ്യാറാകണം. സ്തോത്രം. എന്താണ് ജഡത്തിൻ്റെ ആയുധങ്ങൾ? പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ ആയുധങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ യുദ്ധത്തിനായി ഉപയോഗിച്ച് അല്ലെങ്കിൽ അവയുടെ മേൽ ജയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെന്നാണ്. പലപ്പോഴും മാനുഷിക ആളത്വം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ താലന്തുകൾ, നമ്മുടെ ധനം, പണം, നമ്മുടെ സംഘടനാ പാടവം, വാഗ്വൈഭവം, വ്യക്തിവൈശിഷ്ട്യം, ഇവ വലിയ ആയുധങ്ങളായി പലപ്പോഴും നാം ചിത്രീകരിക്കാറുണ്ട്. അതിൽ പലപ്പോഴും പലരും അഹങ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പകൽക്കാലം പറയട്ടെ, ജഡികായുധങ്ങളായ നമ്മുടെ ആളത്വങ്ങളോ നമ്മുടെ താലന്തുകളോ നമ്മുടെ പണമോ നമ്മുടെ സംഘടനാ വൈശിഷ്ട്യങ്ങളോ ഇവയൊന്നും സാത്താന്റെ കോട്ടകളെ ഇടിപ്പാൻ പര്യാപ്തമല്ലവേ അല്ല. എന്നാൽ ഇന്നും അറിഞ്ഞോ അറിയാതെയോ വിശ്വാസികൾ പോലും സാത്താന്റെ കോട്ടകളെ ഇടിപ്പാൻ അവരുടെ കഴിവുകളെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും ആത്മീക ആയുധങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്താണ് ആത്മീക ആയുധങ്ങൾ? 1, സത്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത. 2, നീതിയുള്ള ജീവിതം. 3, സുവിശേഷ പ്രഘോഷണം. 4, വിശ്വാസം. 5, സ്നേഹം. 6, രക്ഷയുടെ പ്രത്യാശ. 7, ദൈവത്തിൻ്റെ വചനം. 8, മടുത്തുപോകാതെയുള്ള പ്രാർത്ഥന. ഒന്നും കൂടെ പറയട്ടെ, ഈ ആത്മീക ആയുധങ്ങളെയാണ് നാം ഉപയോഗിക്കേണ്ടത്. ഈ ആത്മീക ആയുധങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവയാണ്. പലപ്പോഴും നമ്മുടെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ സ്വാധീനം കൊണ്ടോ നമ്മുടെ സംഘടന പാഠവും കൊണ്ടോ പലപ്പോഴും സാത്താന്റെ കോട്ടകളെ ഇടിപ്പാൻ നമുക്ക് കഴിയുമെന്ന് നാം വ്യാമോഹിച്ചു പോകാറുണ്ട്. എന്നാൽ നാം പരാജയപ്പെടുകയുള്ളൂ. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? സത്യത്തോടുള്ള പ്രതിബദ്ധത. 2, നീതിയുള്ള ജീവിതം. 3, സുവിശേഷ പ്രഘോഷണം. 4, വിശ്വാസം. 5, സ്നേഹം. രക്ഷയുടെ പ്രത്യാശ. ദൈവത്തിൻ്റെ വചനം. മടുത്തുപോകാതെയുള്ള പ്രാർത്ഥന. സങ്കീർത്തനക്കാരൻ 27-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുക, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. കാര്യം യഹോവ യുദ്ധവീരനായ യഹോവ എൻ്റെ കൂടെയുണ്ട്. യുദ്ധവീരനായ യഹോവ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരു സൈന്യം മുഴുവൻ എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. നിനക്കറിയാമോ, ഇസ്രായേൽ മക്കളുടെ ശത്രുക്കൾക്ക് പോലും ഈ കാര്യം അറിയാമായിരുന്നു. ഒരിക്കൽ ഫെലിസ്ത്യര് ഒരു വലിയ ശബ്ദം കേട്ടു. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ പിന്നീട് വായിച്ചുകൊള്ളുക. 1 ശമൂവേൽ ചാപ്റ്റർ 4 5 to 8 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ ഇസ്രായേൽ പാളയത്തിൽ ഒരു വലിയ ഘോഷം, വലിയ ശബ്ദം കേൾക്കാം. ഫെലിസ്ത്യർ തല ഉയർത്തി നോക്കി. എന്താണ് അതിൻ്റെ കാരണം? അവർക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ പെട്ടകം അവിടെ കൊണ്ടുവരപ്പെട്ടു. അതുകൊണ്ടാണ് ആരാധനയെന്ന് അവർ തന്നെ പറയുകയാണ്. ദൈവം അവരുടെ മധ്യേ ഉണ്ട്. ദൈവം അവരുടെ മധ്യേ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇതാ ശത്രുപാളയത്തിൽ ദൈവത്തിൻ്റെ പാളയത്തെ നോക്കിയിട്ട്, ഇസ്രായേൽ പാളയത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവം അവരുടെ നടുവിലുണ്ട് എങ്കിൽ അവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. ശത്രുക്കൾക്ക് ഇതറിയാം. ശത്രുക്കൾ എത്രയോ തവണ തോറ്റ് ഓടിപ്പോയപ്പോൾ അവർ പറഞ്ഞു, അവരുടെ ദൈവം നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ യുദ്ധവീരനായ യഹോവ നമ്മുടെ ദൈവമാകിയാൽ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അവൻ ഉറപ്പ് തരുന്നു. എപ്പോഴാണെന്നറിയാമോ?
നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു നാമധേയ വിശ്വാസിയായിട്ടല്ല, ഞായറാഴ്ച തോറും പള്ളികളിൽ പോയി മാത്രം അഭയം പ്രാപിക്കുന്ന ഒരു വിശ്വാസിയായിട്ടല്ല, 24/7 ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി ദൈവത്തിന്റെ വചനം ഈ പകൽക്കാലം ഉറപ്പു തരുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്കെതിരെ ഉയർന്നിൽക്കുന്ന ശത്രു എത്ര വലിയതായിക്കൊള്ളട്ടെ, അവരെത്ര പ്രബലരായിക്കൊള്ളട്ടെ, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ പകൽക്കാലം നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ശത്രു നിമിത്തം നീ വേദനിച്ചു കൊണ്ടിരിക്കുന്ന, നീ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ഉറപ്പ് തരികയാണ്. ഈ രാവിലെ ഈ ദൈവിക ആലോചന യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്ക്. യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങൾ, 2 Chronicles 2 ദിനവൃത്താന്തം 16 അധ്യായം അതിൻ്റെ 9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കേവർക്കും കാണാതെ അറിയാവുന്ന മനോഹരമായ ഒരു വചനം. എന്താണത്? യഹോവയുടെ കണ്ണ് തങ്ങൾ ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ വാക്യം നിങ്ങൾ മനഃപ്പാഠമായി പഠിച്ചിട്ടില്ലേ? ഈ പകൽക്കാലം നിങ്ങളുടെ ഉള്ളത്തിൽ ആ വചനം ഒരു ധൈര്യം തരട്ടെ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിപ്പാൻ യുദ്ധവീരനായ യഹോവയുടെ കണ്ണ് ഭൂമിയിലെങ്ങും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, യഹോവയുടെ കണ്ണ് നിന്റെ മേൽ എപ്പോഴും ഉണ്ട്. അവൻ യുദ്ധവീരനായ യഹോവയാണ്. യോശുവയുടെ പുസ്തകം 10 അധ്യായത്തിന്റെ 14 വാക്യം വായിക്കുമ്പോൾ പിന്നീട് നമുക്കറിയാവുന്ന ഒരു വചനമാണത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. അടുത്ത വാക്യം: യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ശത്രുക്കളോട് പടവെട്ടുമ്പോൾ ഇനിയും അല്പസമയം കൂടെ വേണമെന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ യോശുവ സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു. ദൈവം അതനുസരിച്ചു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. കാര്യം, യുദ്ധവീരനായ യഹോവയായിരുന്നു യോശുവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, എനിക്കും നിനക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നീയും അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം. ആമേൻ. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നു? അവർ കരമുയർത്തി എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ, തന്നോട് പറ്റിച്ചേർന്നിരിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി യഹോവ ഇന്നും യുദ്ധം ചെയ്യും. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല, അല്ല ഞാൻ പരാജയപ്പെടുകയുള്ളൂ, ഇവിടെ ഞാൻ ഇല്ലാതായി പോകും, ശത്രു എൻ്റെ മേൽ ജയം ഘോഷിക്കും എന്ന് നീ ഭാരപ്പെട്ട് വേദനിച്ച് നീ നിലവിളിക്കുന്ന നിന്റെ നിലവിളി എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു. ഒരു കാര്യം എൻ്റെ ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു: നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കെ, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കെ. അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമെന്ന് ഈ പകൽക്കാലം ഈ വചനത്തിലൂടെ ഉറപ്പ് തരുന്നില്ലേ? വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കോ ഒരു നാളും മാറ്റമില്ല. യഹോവ യുദ്ധവീരൻ, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവ തന്നെ. രണ്ടാമത്തേത് നാം അവിടെ തന്നെ കാണുന്നു. 31 വാക്യം: യഹോവയോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ഭക്തനു വേണ്ടി, ഒരു കുടുംബത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം. ആവർത്തന പുസ്തകം 1 അധ്യായം 31 വാക്യം: ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ച് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ. യഹോവ നിങ്ങളെ വഹിച്ചു എന്ന്
നിങ്ങൾ കണ്ടുവല്ലോ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ എൻ്റെ ദൈവം നിങ്ങളെയും വഹിക്കും. സ്തോത്രം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ അവൻ നിങ്ങളെയും വഹിക്കും. എനിക്കൊരു വാക്യം വായിക്കാൻ താല്പര്യമുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം. ആവർത്തന പുസ്തകം 32-ാം അധ്യായമാണ്. സ്തോത്രം. 32-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കട്ടെ. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു. കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. ആമേൻ. പുറപ്പാട് പുസ്തകം 19:4 ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായങ്ങളിലും ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞിനെ വഹിക്കും പോലെ, അവയെ വഹിക്കും പോലെ, ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ വഹിക്കും പോലെ നമ്മുടെ പിതാവ് തന്നോട് പറ്റിയിരിക്കുന്ന തൻ്റെ മക്കളെ വഹിക്കുന്ന ദൈവമത്രേ, താങ്ങുന്ന ദൈവമത്രേ, കരുതുന്ന ദൈവമത്രേ, സൂക്ഷിക്കുന്ന ദൈവമത്രേ. പറ്റിയിരിക്കുന്നവന്റെ മക്കളെ സൂക്ഷിക്കുന്ന ദൈവം, പറ്റിയിരിക്കുന്നവന്റെ മക്കളെ വഹിക്കുന്ന ദൈവം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ ശ്രദ്ധിക്കുക. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കശീലം പഠിപ്പിക്കുവാൻ ഉയരങ്ങളിൽ കൂടുകെട്ടിയിട്ടുള്ള കൂട് പൊളിച്ചു കളയും. നമുക്കല്പം വേദനാജനകം, നോക്കി നിൽക്കുന്ന ആർക്കും തന്നെ അത് വേദന ഉളവാക്കുന്ന അനുഭവമാണ്. ഇതാ പറക്കശീലം പഠിക്കേണ്ടതിനു വേണ്ടി കഴുകൻ തൻ്റെ കൂടുകളെ പൊളിച്ച് ആ മാംസപിണ്ഡം അല്പമായ തുകലുകൾ കൊണ്ട് താഴേക്ക് പതിക്കുമ്പോൾ ആ കഴുകൻ, തള്ളക്കഴുകൻ ആദ്യം മീതെ പറന്നു, പിന്നെ അത് നിലത്ത് വീഴുന്നതിന് മുമ്പ് തൻ്റെ ബലമേറിയ വിരിച്ച ചിറകിൻ്റെ മേൽ തൻ്റെ കുഞ്ഞിനെ വഹിച്ച് വീണ്ടും മുകളിലേക്ക് പറന്നുയരുന്നത് പോലെ നിലത്ത് വീഴാൻ അനുവദിക്കാതെ, നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ, താഴെ വീഴുവാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്നലകളിൽ വഹിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? അതുപോലെ തന്നോട് പറ്റിയിരിക്കുന്നവന്റെ ജനത്തെ വഹിച്ചു നടത്തുന്ന ഇത്ര നല്ലൊരു ദൈവം വേറെ ആരുള്ളൂ? ഹല്ലേലൂയ. തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവം. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കും, അങ്ങനെ നിന്നെ ചുമക്കുന്ന വഹിക്കുന്ന എനിക്ക് തുല്യനായ ആരുള്ളൂ എന്ന് ദൈവം ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. എനിക്ക് തുല്യൻ വേറെ ആരുള്ളൂ? സ്തോത്രം. ഹല്ലേലൂയ. നരയ്ക്കുവോളം നമ്മെ ചുമക്കാമെന്ന് പറഞ്ഞവൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 13:18 നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കാര്യം വീണ്ടും അവിടെ പറയുകയാണ്. 40 വർഷം ദൈവം അവരുടെ സ്വഭാവത്തെ സഹിച്ചുവെന്നേ. 40 വർഷം ദൈവം അവരുടെ സ്വഭാവത്തെ സഹിച്ചു. ഇത്ര നല്ലൊരു ദൈവം വേറെ ആരുണ്ട്? അല്ലേ? ഒരു മക്കൾ അല്പം കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു അമ്മ സഹിക്കും. അവർക്കൊക്കെ പരിമിതിയുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക. 2ാമത്തെ അനുഗ്രഹത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളെ അവൻ വഹിക്കും. പറ്റിയിരിക്കുന്നവർക്കുള്ള 2ാമത്തെ അനുഗ്രഹം അത്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 13:17 നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത നാട്ടിലേക്കുള്ള വഴി എളുപ്പമെന്ന് വരികിലും അവിടെ അവർ ശത്രുക്കളുടെ നേരെ
ശത്രുക്കൾ അവരുടെ നേരെ യുദ്ധത്തിന് വരുമ്പോൾ അവർ പിന്മാറി പോകുമെന്ന് കണ്ടിട്ട് അവരെ നേരെയുള്ള പാതയിൽ കൊണ്ടുപോകാതെ മരുഭൂമിയിലൂടെ എൻ്റെ ദൈവരെ നടത്തി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദേശത്ത് പാർക്കുന്ന കനാന്യരുണ്ട്, അവിടെ ഹിത്യരുണ്ട്, എബ്യൂസ്യരുണ്ട്. ആമേൻ. എന്നാൽ ഈ തലമുറയ്ക്ക് യുദ്ധം എന്തെന്നറിയത്തില്ല. യുദ്ധം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഈ ജനത്തെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് അവരെ ദൈവം മരുഭൂമിയിലൂടെ മെല്ലെ നടത്തി. നാളെ നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കണമായിരുന്നു. കാര്യം, അടിമകളായി അവർ പാർത്തപ്പോൾ അവർ യുദ്ധം കണ്ടിട്ടില്ല, യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ അവരെ യുദ്ധം അഭ്യസിപ്പിക്കണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നത് കൊണ്ട് യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി അവരെ മരുഭൂമിയിലൂടെ നടത്തുമാറാക്കി. ആമേൻ. വാഗ്ദത്തം നീ പ്രാപിക്കണമെങ്കിൽ, വാഗ്ദത്ത നാട് അവകാശമാക്കിയിരിക്കുന്ന അവിടെ പാർത്തിരിക്കുന്ന നിവാസികളെ നീ ജയിക്കണമായിരുന്നു. അതിന് നീ യുദ്ധം ചെയ്യണം. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ നീ ദൈവത്തോട് കൂടെ വസിപ്പാൻ, ദൈവത്തോട് പറ്റിയിരിപ്പാൻ നീ ശീലിക്കണമായിരുന്നു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ഒരു പ്രിയ ദൈവജനമേ, നാളെ നീ അഭിമുഖീകരിക്കേണ്ടുന്ന വിഷയം നിനക്കറിയത്തില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. നാളെ നീ കടന്നു പോകേണ്ടുന്ന പ്രതിസന്ധി നിനക്കറിയത്തില്ലെങ്കിലും നിന്റെ നാളെ അറിയുന്ന എൻ്റെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഇന്ന് നമ്മെ കടത്തിവിടുന്ന, എന്നെയും നിന്നെയും ദൈവം കടത്തിവിടുന്ന ഓരോ അനുഭവങ്ങളും നാളത്തേക്കുള്ള ഒരുക്കമത്രേ. നാളെ അഭിമുഖീകരിപ്പാൻ, നാളെ ജയിപ്പാൻ, നാളെ നേരിടുവാൻ എൻ്റെ ദൈവം ഇന്ന് നിന്നെ ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടുകയാണ്. ദൈവത്തിൻ്റെ പരാജയമല്ല, ദൈവത്തിൻ്റെ കഴിവുകേടല്ല. പിന്നെയോ നീ യുദ്ധം അറിയത്തില്ല. നിനക്ക് നീ യുദ്ധം അഭ്യസിപ്പിക്കണം. അവൻ യുദ്ധവീരനാണ്, അവൻ നിന്റെ കൂടുണ്ട്. നീ ദൈവത്തോട് പറ്റിയിരിക്കുക മാത്രമാണ് വേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യൻസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്താൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് സമാനമായ കഷ്ടങ്ങളിൽ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയെയും ആശ്വസിപ്പിക്കേണ്ടതിന് ഞങ്ങൾ ഇന്ന് ആശ്വാസം പ്രാപിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നീ പ്രാപിക്കുന്ന ആശ്വാസം നാളെ നിന്റെ അടുക്കൽ വരുന്ന നീ അഭിവരിക്കുന്ന ഒരു വിശ്വാസിക്ക് ആശ്വാസമായി തീരേണ്ടതിനാണ് ഇന്ന് എൻ്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളെയും വഹിക്കും. നിന്റെ കൈപിടിച്ച് അവൻ നിന്നെ മരുഭൂമിയിൽ ഇന്നലകളിൽ നടത്തി. നീ നടക്കുവാൻ ശീലിക്കണം. നീ യുദ്ധം അഭ്യസിക്കണം. നാളെ നീ ഇവയെ അഭിമുഖീകരിക്കുമ്പോൾ ഒളിച്ചോടി പോകാനോ പിന്മാറിപ്പോകാനോ അല്ല. അതിന് ധൈര്യത്തോടെ ദൈവത്തോടുകൂടെ അഭിമുഖീകരിച്ചതിനെ ജയിപ്പാൻ നീ പ്രാപ്തനാകേണ്ടതിന്, നീ ബലം പ്രാപിക്കേണ്ടതിന്, നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നതിനാൽ ഒരപ്പൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ എൻ്റെ ദൈവം നിന്നെ വഹിച്ചു. അല്ലേ? ഒരുപക്ഷെ ഈ കഴുകന് ആ കുഞ്ഞുങ്ങളെ കൂട്ടിനകത്ത് വളർത്തിയാൽ അതൊരിക്കലും പറക്കശീലം പഠിക്കത്തില്ല. അതിൻ്റെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കും. എന്നാൽ കഴുകൻ തന്നെ പോലെ ആ കഴുകൻ കുഞ്ഞും ആകാശത്തിൽ പറന്നുയരണമെന്ന് ആഗ്രഹമുള്ള അമ്മയ്ക്ക് ആ സുഖം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ അവിടെ ഇരുത്താൻ പറ്റില്ല. അതിൻ്റെ കൂടുകൾ പൊളിക്കും. കൂടുകളെ കൂടെ ഇളക്കി പറക്കുവാനായി അവയെ ശീലിപ്പിക്കുന്ന ഒരു നല്ല അമ്മ അതിനെ ഉപദ്രവിക്കുകയല്ല, പിന്നെയോ അതിനോട് സ്നേഹമുള്ളത് കൊണ്ട് അതിനെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശീലിപ്പിക്കണമെങ്കിൽ കൂടുകളെ ഇളക്കിയേ പറ്റുകയുള്ളൂ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു വീട്ടിൽ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. വീട്ടിലെ അപ്പനും അമ്മയും അവരുടെ അപ്പനും അമ്മയും അങ്ങനെ ധാരാളം പേര് കുഞ്ഞിനെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ ആരും നിലത്ത് വെച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 2 വയസ്സായി, 3 വയസ്സായി, കുഞ്ഞ് നടക്കത്തില്ല. ഒരു ചുവട് പോലും നടക്കത്തില്ല. ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചു. കുഞ്ഞിനൊരു കുഴപ്പമില്ല, കാലിന് കുഴപ്പമില്ല. അദ്ദേഹം ഒരു മിടുക്കനായിരുന്ന ഡോക്ടറായതുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? ഇത്ര പേരുണ്ട്. നിങ്ങൾ കുഞ്ഞിനെ നിലത്ത് വെക്കാറുണ്ടോ? ഇല്ല, എപ്പോഴും എടുക്കും. ഒരിക്കൽ പോലും കുഞ്ഞിനെ
അവൻ നടക്കേണ്ടതിന് വേണ്ടി നിലത്ത് വെച്ചിട്ടില്ല, പിന്നെ എങ്ങനെ കുഞ്ഞ് നടക്കുന്നത്? അല്ലേ? എല്ലാ കഴിവുമുണ്ട്, എന്നാൽ നടക്കാൻ പറ്റുന്നില്ല. കാര്യം നിലത്ത് വെച്ചിട്ട് വേണ്ട കുഞ്ഞ് നടക്കാൻ. ദൈവം നമ്മെ വഹിച്ചതും ഇന്നലകളിൽ നടത്തിയതും അങ്ങനല്ലേ? അതത് സമയത്ത് നടക്കാൻ പഠിക്കേണ്ടതിന് അവൻ നമ്മെ നിലത്ത് നിർത്തി. പറക്കാൻ പഠിക്കേണ്ടതിന് കൂടുകളെ പൊളിച്ചു. നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ നമ്മൾ വീണ് പോകുന്നുള്ള ഭയം കൊണ്ടോ അല്ല. എന്നാൽ തക്ക സമയത്ത് ബലമുള്ള ചിറകിൽ കഴുകൻ തന്റെ കുഞ്ഞിനെ വഹിക്കും പോലെ നിലം പരിചാകാതെ നമ്മെ വഹിച്ച ദൈവകൃപയെ ഓർത്ത് ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ ഒന്നാമത്തേത് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 2, ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളെ വഹിക്കും. 3, അതിന് 32, 33 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 32, 33 വാക്യങ്ങൾ. ഇതെല്ലാമായിട്ടും പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങളുടെ സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. മൂന്നാമത്തെ ദൈവിക അനുഗ്രഹം, ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം, നമുക്ക് മുമ്പായി അവൻ നടക്കുകയും പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും, പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് പറഞ്ഞു തരും. ആലോചനക്കാരനായ ഇത്ര നല്ലൊരു ദൈവത്തെ പോലെ വേറെ ആരുള്ളോ? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവരുടെ മുൻപിൽ നടക്കുകയായിരുന്നു. മുൻപിൽ നടക്കുന്നവനെ അവർക്ക് പിൻഗമിച്ചാൽ മതിയായിരുന്നു. പകൽ മേഘസ്തംഭമുണ്ടായിരുന്നു, രാത്രി അഗ്നിസ്തംഭമുണ്ടായിരുന്നു. അവിടെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പുറപ്പാട് പുസ്തകം 13:22, ഇവ രണ്ടും അവരുടെ മുൻപിൽ നിന്ന് മാറിയതുമില്ല, ദൈവമായിരുന്നു അവർക്ക് മുൻപായി നടന്നത്. അവേ, നിനക്ക് നമ്മുടെ നാളെ അറിയത്തില്ല, നിങ്ങളുടെ നാളെ നിങ്ങൾക്കറിയത്തില്ല, എൻ്റെ നാളെ എനിക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ നാളെ അറിയുന്ന, നമ്മുടെ നാളെയെ പിടിച്ചിരിക്കുന്ന കർത്താവ് ഇതിലെ നടന്നുകൊള്ളുക, ഇതാകുന്നു വഴി എന്ന ഇമ്പസ്വരം നമ്മുടെ കാതുകളിൽ കൽപ്പിച്ച് അനുദിനം നടത്തുന്ന ഇത്ര നല്ലൊരു ദൈവം വേറെ ആരുള്ളൂ? സ്തോത്രം. ഞാൻ അനേക ദൈവദാസന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവ എൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഞാൻ ഏറെ ശ്രദ്ധിക്കാറുള്ളൊരു വിഷയമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എൻ്റെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞതിനന്തരം നിങ്ങളുടെ ജോലിക്കായോ അല്ല പ്രവർത്തനങ്ങൾക്കായോ പുറപ്പെടുമ്പോൾ നിങ്ങൾ മാറിയുന്ന ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കുക, കർത്താവേ, ഇന്ന് എന്നെ ഒരു അനുഗ്രഹമാക്കണമേ. ആരെയൊക്കെ കണ്ടുമുട്ടണമെന്ന് ഞാനല്ല, ദൈവമാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ സംസാരിക്കണമെന്ന് ഞാനല്ല, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ഇതാ നിന്റെ കരങ്ങളിൽ ഈ പകൽക്കാലത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി എന്തു പറയണമെന്ന് ദൈവം നിശ്ചയിക്കും, എന്ത് ചെയ്യണമെന്ന് ദൈവം നിശ്ചയിക്കും. ഇതാ ഇതിലെ നടന്നുകൊള്ളുക എന്ന ഇമ്പസ്വരം കേൾപ്പിച്ച് ഓരോ ദൈവ പൈതലിനെയും ദൈവം നടത്തും. നമ്മുടെ പ്രാക്ടീസ് അതായിരിക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഓടിപ്പോകാതെ ദൈവ സാന്നിധ്യം ഒന്നിരിക്കുക. കർത്താവേ, ഈ പകൽ ഞാൻ ഏർപ്പെടുന്ന ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യ കൃപ അനുഭവിച്ചറിയാൻ ഞാൻ എന്ത് ചെയ്യണം, എന്ത് പറയണം, ഏതൊക്കെ കാര്യത്തിൽ ഏർപ്പെടണമെന്ന് അങ്ങയുടെ ആലോചന എനിക്ക് തരണമേ എന്നൊരു ദൈവ പൈതൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവരോട് ആലോചന പറയുന്ന ദൈവമാണ്. നീ ഓഫീസിൽ പോകുന്നതിന് മുമ്പ്, നീ ഒരു ഡോക്ടറാണോ നേഴ്സാണോ, ഒരു രോഗിയെ പരിചരിക്കുന്നതിന് മുമ്പ് ദൈവത്തോടൊന്ന് ആലോചന ചോദിക്ക്. ഇന്നത് ചെയ്യണമെന്ന് നിനക്ക് നിന്റെ ചെവിയിൽ പറഞ്ഞു തരുന്ന ഇത്ര നല്ല ആലോചനക്കാരനായ ഒരു ദൈവത്തെ പോലെ വേറെ ആരും ഇല്ലവേ ഇല്ല. ഇസ്രായേൽ മക്കളോട് പറയാണ്, നിങ്ങൾ നടക്കേണ്ടുന്ന വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾ ഇതിലെ നടന്നുകൊള്ളുക എന്ന ഇമ്പസ്വരം നിങ്ങളെ കേൾപ്പിച്ച് നിങ്ങൾക്ക് മുൻപായി ഞാൻ നടക്കും. മുമ്പായി വഴി അറിയാവുന്ന ഒരുവൻ നടന്നാൽ വഴി അറിയാത്ത
എനിക്ക് ആ വ്യക്തിയെ പിന്തുടർന്നാൽ മാത്രം മതി. കാര്യം എൻ്റെ മുൻപേ പോകുന്നവന് വഴി അറിയാമെന്നൊരു നിശ്ചയം എനിക്കുണ്ട്. നമ്മുടെ മുൻപേ നടക്കുന്നവൻ ആരാ? നമ്മുടെ കർത്താവ്, സർവശക്തനായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ്. നമ്മുടെ വഴിയിൽ പതിയിരിക്കുന്ന ഏത് ശത്രുവിനെയും ഇല്ലായ്മ ചെയ്ത് നമ്മെ സുഗമമായി നടത്തുവാൻ നമുക്ക് മുമ്പായി നടക്കുന്ന ഇത്ര നല്ലൊരു ദൈവത്തെ പോലെ വേറെ ആരുമില്ലായികയാൽ നമ്മുടെ കരമുയർത്തി നമുക്കൊരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്ന്, യഹോവയോട് പറ്റിയിരുന്നാൽ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. രണ്ട്, നമ്മെ യഹോവയോട് പറ്റിയിരുന്നാൽ ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്ന പോലെ നമ്മെ അവൻ വഹിക്കും. മൂന്ന്, നമ്മെ യഹോവയോട് പറ്റിയിരുന്നാൽ നമുക്ക് മുമ്പായി അവൻ നടക്കുകയും പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. നാലാമതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം തന്നെ 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടുവന്നിട്ടില്ല. ശ്രദ്ധിച്ചേ, നിനക്ക് യാതൊന്നിനും മുട്ടുവന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ യഹോവ നമ്മോട് കൂടെ ഇരുന്ന് നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ ഒന്നിനും മുട്ടുവരാതെ നമ്മുടെ സകല കൈകളുടെ പ്രവർത്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒന്നിനും മുട്ടുവന്നില്ലെന്ന്. 40 സംവത്സരം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയിട്ട് അവർക്കൊന്നിനും മുട്ടുവന്നില്ല. ആഹാരത്തിന് ആഹാരം, കുടിക്കുവാൻ വെള്ളം, ഒന്നിനും മുട്ടുവന്നില്ല. ഒന്നും കൂടെ വ്യക്തമായി അത് മനസ്സിലാക്കണമെങ്കിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വഴിയൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇനി ശ്രദ്ധിക്കേ, ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. 40 സംവത്സരം ഒരേ ചെരുപ്പിട്ട് നടന്നേ അല്ലേ? ഈ 40 സംവത്സരം നടന്നിട്ട് അവരുടെ കാല് വീങ്ങിപ്പോയില്ലെന്നേ. യഹോവയോട് പറ്റിച്ചേർന്നിരുന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. നിനക്കൊന്നിനും മുട്ടുവരത്തില്ല, ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ലെന്നേ. ആഹാരത്തിന് ആഹാരം, വെള്ളത്തിന് വെള്ളം, വസ്ത്രം പഴകിപ്പോയില്ലെന്നേ, ചെരുപ്പ് പോയില്ലെന്നേ, കാല് വീങ്ങിയില്ലെന്നേ. എൻ്റെ ദൈവം നടത്തിയ വഴികൾ എത്ര വലിയതാ. ഈ പകൽക്കാലം ഒരു കാര്യം കുറിക്കൊള്ളണം. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് അനുഭവിക്കുവാൻ അവൻ്റെ അനുഗ്രഹം വേണം. ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ള ദൈവത്തിൻ്റെ ദാനങ്ങൾ ആസ്വദിക്കാൻ പോലും ദൈവിക അനുഗ്രഹം നമുക്ക് വേണം. അതിനാ പറഞ്ഞ് നാം ദൈവത്തോട് പറ്റിയിരിക്കണം. സ്തോത്രം. ഞാൻ ഈ ഉദാഹരണം പറയുന്നതിൽ ആരെയും വിധിപ്പാനല്ല, എങ്കിലും ഈ ദിവസങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു മരണമായിരുന്നല്ലോ മാനന്തവാടിക്കാരൻ മലയാളിയായ അറക്കൽ ജോയിയുടെ മരണം. ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കേട്ടത്, ശരിയോ തെറ്റെന്ന് എനിക്കറിയത്തില്ല, ന്യൂസുകൾ പിന്നീട് പുറത്തു വരും. താൻ മരിച്ചതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഒരു ഡിസ്കഷനായി പോയി, തൻ്റെ ബിസിനസ് പരാജയപ്പെട്ടു, കടക്കണിയിലായി. അങ്ങനെ തൻ്റെ സ്നേഹിതൻ്റെ ബിൽഡിങ്ങിലേക്ക് വന്നിട്ട് 14-ാം നിലയിൽ നിന്ന് താഴെ ചാടി മരിച്ചു എന്ന വാർത്ത ഞാൻ കേട്ടത്. പല അഭ്യൂഹങ്ങൾ അവയെക്കുറിച്ചുണ്ട്. എങ്കിലും ഈ പകൽക്കാലം ഞാൻ ദൈവസഭയോടൊന്ന് പറയട്ടെ, മനുഷ്യ, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നീ നിന്റെ ധനത്തിൽ അഹങ്കരിക്കുന്നതെന്ത്? മനുഷ്യ, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നിന്റെ സൗന്ദര്യത്തിൽ നീ പ്രശംസിക്കുന്നതെന്ത്?
മനുഷ്യ, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ നിന്റെ സ്വാധീനത്തിൽ നീ അഹങ്കരിക്കുന്നതെന്ത്? നിന്റെ പണം കൊണ്ട് സമാധാനം നിനക്ക് വാങ്ങാൻ കഴിയത്തില്ല. നിന്റെ പണം കൊണ്ട് നിനക്ക് കപ്പൽ വാങ്ങാൻ കഴിഞ്ഞേക്കാം, ചാർട്ടേഡ് ഫ്ലൈറ്റ് മേടിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നിന്റെ പണം കൊണ്ട് സമാധാനം മേടിക്കാൻ കഴിയത്തില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്ന് നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. നീ ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ പ്രശംസിക്കുന്നുവെങ്കിൽ അവൻ ജഡത്തിലല്ല, അവൻ്റെ ജഡത്തിലെ നേട്ടങ്ങളല്ല, അവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ. നാം പ്രശംസിക്കുന്നുവെങ്കിൽ കർത്താവിൽ പ്രശംസിപ്പാൻ ഇടവരട്ടെ. ഈ പകൽക്കാലം 4 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. കഴിഞ്ഞ ദിവസം അരുണോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹൈദരാബാദ് പട്ടണത്തിലേക്ക് വരുമ്പോൾ ഒരു ട്രങ്ക് പെട്ടി, യാക്കോബ് പറയുന്ന പോലെ ഒരു വടിയുമായിട്ടാണ് യോർദാൻ കടന്നത്. ഇപ്പോഴോ ഒരു 2 കൂട്ടമാകത്തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പലർക്കും ഈ അനുഭവമല്ലേ പറയാനുള്ളത്? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവം നടത്തിയ വഴികൾ അത്ര ശ്രേഷ്ഠമാ. നീ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടല്ലേ, ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ടല്ലേ നിന്റെ കൺമുമ്പിൽ തന്നെ നിന്നെക്കാൾ പണമുള്ളവർ, നിന്നെക്കാൾ സ്വാധീനമുള്ളവർ, നിന്നെക്കാൾ സൗന്ദര്യമുള്ളവർ, നിന്നെക്കാൾ ആകാര്യതയുള്ളവർ, നിന്നെക്കാൾ ആരോഗ്യമുള്ളവർ അവർ നശിച്ചു പോയപ്പോൾ ഇന്ന് നീ നിലനിൽക്കുന്നത് അത് ദൈവത്തിന്റെ ദാനമൊന്നു മാത്രമാ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ ദൈവത്തോട് പറ്റി നിന്നു. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ദൈവത്തോട് പറ്റി നിൽക്കുന്നില്ല എങ്കിൽ മടങ്ങി വരുവാൻ ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ദൈവത്തോട് പറ്റിയിരിക്കുന്നതാ നമുക്ക് നല്ലത്. നീ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായോ? ദിവസം ഒരു നേരം മാത്രം പ്രാർത്ഥിച്ച് പേരിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറി നിൽക്കാനല്ല. 24/7 ഒരാഴ്ചയുടെ എല്ലാ മണിക്കൂറിലും ദൈവത്തോട് പറ്റിയിരിക്കുക. നിന്റെ ജോലി സ്ഥലത്ത് ദൈവത്തോട് നീ പറ്റിയിരിക്കുക. നിന്റെ കുടുംബത്തിൽ നീ ദൈവത്തോട് പറ്റിയിരിക്കുക. കുഞ്ഞുങ്ങളെ, അവധിക്കാലമാണ്. അവധിക്കാലം അതും ഇതും കണ്ടും കേട്ടും ചെയ്തും നിങ്ങളുടെ സമയം തീർപ്പാനല്ല, ദൈവത്തോട് പറ്റിയിരിപ്പാൻ തയ്യാറാകേ. അല്ലേ? ഇപ്പൊ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വീട്ടിലുണ്ട്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ. കുടുംബത്തിലെ ബന്ധങ്ങൾ തമ്മിൽ അല്ലേ, ഭാര്യ ഭർത്തൃ, അപ്പനമ്മമാർ മക്കളോടുള്ള ബന്ധം ഒന്ന് ദൃഢമാകട്ടെ, ആഴമുള്ളതാകട്ടെ. കുടുംബമായി ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കെ. സഭയായി നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാം. വ്യക്തികളായി നിങ്ങൾ തീരുമാനമെടുക്കുക, ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ. ഇത് രണ്ടും സംഭവിക്കാം ഏത് സമയത്തും. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. അതെത്രയും വേഗം സംഭവിക്കും. ഇവിടെ നോക്കുക, കാലേബ് ആ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേർന്നത് ദൈവത്തോട് പറ്റി ഇരുന്നത് കൊണ്ടാ. തന്നോട് പറ്റിയിരിക്കുന്നവരെ ചേർപ്പാൻ ഇതാ കർത്താവ് എത്രയും വേഗം പ്രത്യക്ഷനാകാൻ പോകുകയാണ്. അവനോടുകൂടെ പോകുന്ന ആരാന്നറിയാമോ? അവനോട് പറ്റിച്ചേർ ഇരിക്കുന്നവർ മാത്രമത്രേ. ആ കൂട്ടത്തിൽ ഞാനും എന്നെ കേൾക്കുന്ന എല്ലാവരും കാണണമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയട്ടെ. കഴിഞ്ഞ ദിവസം ഈ വചനങ്ങൾ എന്നോട് വളരെ ശക്തമായി ഇടപെട്ടു. അവധിക്കാലങ്ങളിൽ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കുറേ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് അവസരം നൽകി തരുന്നുണ്ട്. അതെല്ലാം നന്മയ്ക്കാ. കർത്താവിൻ്റെ വരവിന് തൊട്ടു മുമ്പ് നമ്മെ തന്നെ ഒന്ന് ഒരുക്കുവാൻ അത് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങയോട് പറ്റിച്ചേർന്നിരിപ്പാൻ, അങ്ങയോട് പറ്റിച്ചേർന്നിരിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തരണമേ. അതിനായി സർവശക്തന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ നന്ദിയുള്ള അധരങ്ങളോടെ, ഹൃദയങ്ങളോടെ ഞങ്ങൾ വീണ്ടും അങ്ങയ്ക്ക് സ്തോത്രയാഗം കരയറ്റുന്നു.
ഈ വിശുദ്ധ പകലിലും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാൻ, സഭായോഗത്തിൽ അങ്ങേ സ്തുതിപ്പാൻ ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണം കൂടെ ചെയ്തതിനാൽ നന്ദി. അപ്പച്ചന്റെ കരങ്ങളിൽ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവത്തിന്റെ നാമം ഈ സഭാരാധനയിലൂടെ മഹത്വം എടുക്കുന്നതിനാൽ നന്ദി. ഇന്ന് ഞങ്ങൾ കേട്ട ചിന്തിച്ച ദൈവത്തിന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീരട്ടെ. ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ, യെസ്, കാലേബ് ആ സാക്ഷ്യം പ്രാപിച്ചതുപോലെ ഞങ്ങൾ ജീവിച്ചിരിക്കും കാലഘട്ടത്തിൽ തന്നെ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നു എന്നുള്ള സാക്ഷ്യം പ്രാപിച്ച് കർത്താവിനോട് ചേരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ 4 അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുവല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദിനം തോറും പ്രാപിക്കുന്നവരായി ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തികളെയും അപ്രകാരം അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യഹോവയുടെ അനുഗ്രഹം നിന്റെ മക്കളുടെ മേലുണ്ടാകുമാറാകട്ടെ. ഞങ്ങളെ കേൾക്കുന്നതിനാൽ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കാവലും നാം എല്ലാവരോടും നാം കേട്ട വചനങ്ങളോടും കൂടെ ഇന്നു മുതൽ കർത്താവിന്റെ നാൾ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വാരം ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വിശുദ്ധ സഭാരാധനയിൽ ഞങ്ങളോട് ഒരുമിച്ച് പങ്കുകൊണ്ട എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സഭായോഗത്തിൽ പങ്കുചേർന്നത് നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീർന്നുവെന്ന്. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഏക സത്യ ദൈവത്തെ ഏകാത്മാവിൽ ഏക ഹൃദയത്തോടെ ആരാധിപ്പാൻ ഞങ്ങളിത് ഒരുക്കിയതിനാൽ നന്ദി. ഇന്ന് ഞങ്ങളുടെ പാട്ടുകളിലൂടെ വചനത്തിലൂടെ ഒക്കെ ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. നാളെ ഓർത്ത് ഞങ്ങൾ വ്യാകുലപ്പെടുന്നില്ല. കാര്യം ഞങ്ങളുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞങ്ങളോട് ഇടപെട്ട വചനങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം. യഹോവയോട് പറ്റിയിരിക്കുന്നവർക്ക് ലഭിക്കുന്ന 4 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ കർത്താവേ. യഹോവയോട് പറ്റിയിരിപ്പാൻ, യഹോവയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ എല്ലായ്പ്പോഴും ഒരുക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും ഈ പകൽ ഒരിക്കൽ കൂടി ദൈവ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഈ പകൽ വീണ്ടും ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയല്ലോ. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ഞങ്ങളെ വഹിച്ചു കൊള്ളാമെന്ന് ദൈവം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി തന്നല്ലോ കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം അപ്പാ. ആമേൻ, ആമേൻ. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നിട്ട് അവരുടെ ചെരുപ്പ് ജീർണിച്ചു പോയില്ല. ദൈവം അവർക്ക് വേണ്ടി കരുതി. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് മേഘസ്തംഭവും പകൽ അഗ്നിസ്തംഭവും രാത്രി മേഘസ്തംഭവുമായി ദൈവം അവരെ നടത്തിയ ദൈവിക വഴികൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സർവശക്തന്റെ കരങ്ങളിൽ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഞങ്ങൾക്ക് മുമ്പായി അങ്ങ് നടന്ന് ഞങ്ങളെ അനുദിനം ഈ മരുഭൂ യാത്രയിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ എപ്പോഴും വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഒരുങ്ങി നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. തിരുക്കരങ്ങളിൽ ദൈവസഭയെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവയാൽ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുക്കരങ്ങൾ വീണ്ടും ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവേ. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരം അല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കവലും നാം എല്ലാവരോടും നാം കേട്ട വചനങ്ങളോട് കൂടെ ഇന്നു മുതൽ കർത്താവിൻ്റെ നാൾ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഗാഡ് ബ്ലെസ് യു.